നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം, അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനമായിക്കോട്ടെ, AMT വാഹനമായിക്കോട്ടെ, AGS വാഹനമായിക്കോട്ടെ, ഇനിയൊരു CVT വാഹനമായിക്കോട്ടെ, ഈ വാഹനങ്ങളെല്ലാം, അതായത് ഒരു ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒറ്റ കാലുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ശരിക്കും ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. സംശയമല്ല, ഞാനൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചതിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതൊന്ന് വ്യക്തമാക്കി തരാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ആരും മിസ്ലീഡ് ആകാൻ പാടില്ല. അതാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വാസുദേവൻ നാരായണനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഉപകാരപ്രദം, പക്ഷേ താങ്കൾ ഇടത്ത് കാലുകൊണ്ട് ബ്രേക്ക് ചവിട്ടുന്നതാണെന്ന് തോന്നുന്നു, അത് ശരിയാണോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഞാനൊരു AMT വാഹനങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന 6 മിസ്റ്റേക്കുകൾ കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നൊരു 1 ലക്ഷത്തിന് അടുപ്പിച്ച് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് അതിനെക്കുറിച്ച് നല്ല കമൻസ്, അതായത് ഒരുപാട് എന്നെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു, നല്ല ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുക്കുന്ന വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഈ ഒരു കാര്യം ആരും ലൈഫിലോട്ട്, അതായത് നിങ്ങൾ വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ലെഗ് കൊണ്ട് വാഹനത്തിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ പല വീഡിയോസിലും പറയുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ AMT അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും റൈറ്റ് ലെഗ് മാത്രം നമുക്കതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം 2 കാല് കൊണ്ട് നമ്മൾ ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ 2 കാലും കൊണ്ട് ഒന്നിച്ച് അപ്ലൈ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഒരു ഇറർ കോഡ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇറർ കോഡ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ യൂണിറ്റിന് കൺഫ്യൂഷൻ ഉണ്ടാകുകയും ചെയ്യും. ഓരോ പ്രോബ്ലംസും, വണ്ടി വലിക്കാത്തൊരു പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും നമ്മൾ വാഹനം, ഓട്ടോമാറ്റിക് വാഹനം ഒരൊറ്റ ലെഗ് കൊണ്ട് മാത്രം യൂസ് ചെയ്യാനുള്ളത് റൈറ്റ് ലെഗ് ആയിരിക്കണം. ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ, അതായത് ആ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ്, അല്ലെങ്കിൽ ഒരു AMT വാഹനങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഒരു AMT വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് നമുക്ക് കൂട്ടാൻ സാധിക്കും. പലപ്പോഴും പലർക്കും അറിയാൻ മേലാത്തൊരു കാര്യമാണ് AMT വാഹനത്തിന് ക്ലച്ച് വരുന്നുണ്ടോ എന്നുള്ളത്. 100% AMT വാഹനത്തിന് ക്ലച്ച് വരുന്നുണ്ട്. ഈ പറയുന്ന ക്ലച്ചിന് ലൈഫ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കൂടുന്നതായിരിക്കും. ഏതായാലും ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക.